ശരത് എന്ന സംഗീത സംവിധായകന്റെ പ്രണയവല്ലരിയിൽ പൂവിട്ട് കൈതപ്രം തിരുമേനിയുടെ രസനയിൽ തളിരിട്ട മധുര മനോഹരമായൊരു ഗാനം. ആ രാഗം വേദിയിൽ അവതരിപ്പിക്കാനെത്തുന്നു അഭിജിത്ത്. മധുമയമാരാഗം ആനാദം അനുപമലയകരനാദം ലാളനമായി നിരാമയമാം പരാഗണമായി ലാളനമായി നിരാമയമാം പരാഗണമായി ഉദയരാഗവരപദംഗമുണരുകയാ എന്നറിയ ഹൃദയമന്ത്രപദതലങ്ങൾ ഉണരുകയാ വിദൂരതയിലാരാഗം മധുമയമാരാഗം ആനാദം അനുപമലയകരനാദം. പൊൻചിലമ്പൊലികളാർന്ന മന്മഥ വിനോദ താളം മന്ദമാരുതകരങ്ങൾ ചേർന്ന മതിമോഹജതിയ പൊൻചിലമ്പൊലികളാർന്ന മന്മഥ വിനോദ താളം മന്ദമാരുതകരങ്ങൾ ചേർന്ന മതിമോഹജതിയ ഹംസങ്ങൾ താനവർണ്ണങ്ങളാടിയാനം തനം തനം താനങ്ങളേറ്റു പൊൻവീണ പാടിയാനം തനം തനം പഞ്ചേന്ദ്രിയങ്ങൾ തേടുമാനന്ദഗണമാത്മാവിനു സംഗീതമായ രാഗം മധുമയമാരാഗം ആനാദം അനുപമലയകരനാദം. കൈരവങ്ങളിലനാദി മൗനമണുവായലിഞ്ഞു സാഗരത്തിരയിലാദി രൂപമിതളായലഞ്ഞു കൈരവങ്ങളിലനാദി മൗനമണുവായലിഞ്ഞു സാഗരത്തിരയിലാദി രൂപമിതളായലഞ്ഞു കാലങ്ങൾ രൂപഭേദങ്ങളാടിയാനം തനം തനം ശൈലങ്ങൾ ചാരുനീഹാരമാടിയാനം തനം തനം പ്രേമോദയങ്ങൾ ചൂടുമേകാന്തതയിലാലോലമൊരു മല്ലീനതയിലാരാഗം മധുമയമാരാഗം ആനാദം അനുപമലയകരനാദം ലാളനമായി നിരാമയമാം പരാഗണമായി ലാളനമായി നിരാമയമാം പരാഗണമായി ഉദയരാഗവരപദംഗമുണരുകയാ എന്നറിയ ഹൃദയമന്ത്രപദതലങ്ങൾ ഉണരുകയായി വിദൂരതയിലാരാഗം മധുമയമാരാഗം ആനാദം അനുപമലയകരനാദം. അഭിജിത്ത് ചേച്ചി, അഭിജിത്ത് നല്ല പാട്ടുകാരനാണ്. കോൺഫിഡൻസ് ലെവൽ ഒരുപാടധികം വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കോമ്പസിഷന് ആദ്യം ശരത് സർ, വി ബൗ ഡൗൺ ടു യു.
അമേസിങ്. അവരോട് തന്നെ ചോദിക്കാം. ശ്രീനിസ. അഭിജിത്ത്, അയ്യോ അസാധ്യമായിട്ട് പാടി അഭിജിത്ത്. കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാട്ട് എടുക്കാൻ ധൈര്യം വന്നത്. ഇങ്ങനത്തെ ഒരു പാട്ട് എടുത്ത് പാടിയല്ലോ, 95% ജസ്റ്റിസ് ചെയ്തു. ആ സംഗതി റിഹേഴ്സലിന് ക്ലീൻ ആയിട്ട് പാടി. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. വേറെ ഒന്നും പറയാനില്ല അഭിജിത്ത്, എനിക്ക് ആ പാട്ടിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. So happy to be sitting with this genius. Seriously അല്ലേ. പിന്നെ ഇയാൾ ചെയ്തത് 19 വയസ്സിലാണ്. When he was 19 വയസ്സിലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അന്ന് 19 വയസ്സിൽ ചെയ്തത് മാത്രമല്ല, ഈ പാട്ട് ഫ്രം ബിഗിനിങ് ടു എൻഡ് ഇറ്റ് ഈസ് ശരത്സ്. അത് എല്ലാം ഫോർ ദി റിതം ആയാലും ശരി, ഒരു ചെറിയൊരു സിമ്പിൾ ആയാലും ശരി, ഷേക്കർ ആയാലും ശരി, എല്ലാം കംപ്ലീറ്റ്ലി ശരത്ത് എഴുതിയ നോട്ട്സാണ്. ശരത് ആക്ച്വലി സിംഗർ ആവാനല്ലേ ഉദ്ദേശിച്ചിരുന്നത്? എങ്ങനെയാ ആക്ച്വലി? ഞാൻ എപ്പോഴും വിചാരിക്കും ഈ മ്യൂസിക് ഡയറക്ഷനിലേക്ക് ഹൗ ഡിഡ് യു റിയലൈസ്? എനിക്ക് ചെറുപ്പം മുതൽ ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്യുന്ന 6 വയസ്സിലാണ്. ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഒരു പാട്ട് ചെയ്യുന്നത്. അപ്പോൾ കമ്പോസ് ചെയ്യാന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പാടുക എന്നുള്ളത് അതിൻ്റെ കൂടെയുള്ള ഒരു ആഗ്രഹമാണ്. Sometimes you remain speechless. രഞ്ജിനിക്കൊരു കുഴപ്പമുണ്ടല്ലോ, കണ്ണിൽ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അസുഖം. താങ്ക് യു ശ്രീനിസ. സുജാ ചേച്ചി ഉഗ്രനായിട്ട് പാടി. അതെ, ശരത്തിന്റെ മുമ്പിൽ ഇത്രയും ഡിഫിക്കൽട്ട് പാട്ട് പാടാനെടുത്ത ആ ഒരു ധൈര്യമല്ല, അത് മോൻ്റെ കോൺഫിഡൻസ് ആണ് അത് കാണിച്ചത്. ഞങ്ങളുടെ കഴിഞ്ഞ സീസണിൽ ചില വോയിസസിന് ദൈവം ഒരു ഭയങ്കര ഒരു പ്യൂരിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞവണ എപ്പോഴും ബിബിനെ അത് പറഞ്ഞിരുന്നു. ഈ സീസണിൽ മോനാണ് ആ വോയിസ് ഞങ്ങൾ കാണുന്നത്. ഇങ്ങനെ പ്യോർ ഒരു സാധനമാണ്, മഞ്ഞു തുള്ളിയൊക്കെ പോലെ ഇങ്ങനെ. Even as a person he is like that. Very pure but very trained. നല്ല വോയിസിലെല്ലാം വരുന്നു. I see a very good future for you. All for you. താങ്ക് യു ചേച്ചി. ശരത് സാർ, ആദ്യം എൻ്റെ പാട്ട് എടുത്ത് പാടിയതിൽ താങ്ക്സ്. അപ്പോൾ നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഒരു 22 വർഷത്തെ എന്താ പറയണ്ട ഓർമ്മ പെട്ടെന്ന് മീഡിയ ആർട്ടിസ്റ്റും ഓർക്കസ്ട്രയൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നു അവിടെ. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ പാട്ടൊക്കെ ആദ്യം സല്ലാപം കവിത എന്നുള്ള പാട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഫിലിമിൽ. അപ്പോൾ ഈ സ്ട്രിങ് സെക്ഷനിൽ ഫ്രണ്ട് റോ വയലിനിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഔസേപ്പച്ചൻ അണ്ണാച്ചി. അപ്പോൾ അണ്ണാച്ചി പാട്ട് കേട്ടിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞതൊരു സൂപ്പർ ഹിറ്റ് ആവടാ നീ നോക്കിയോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒരു മ്യൂസിഷ്യൻ പറയുമ്പോൾ അന്ന് ഔസേപ്പച്ചൻ അണ്ണാച്ചി വലിയ മ്യൂസിക് ഡയറക്ടറാണെന്നല്ല, ഇപ്പോൾ അദ്ദേഹം വേറെ ഏതോ ലെവലിലാണ്. അപ്പോൾ അന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ കമൻറ്റിനെ ഞാൻ വളരെ മാനിക്കുന്നു, വളരെ വാല്യൂ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും. ഒരു മ്യൂസിഷ്യൻ പറയുമ്പോഴാണ് ഒരു പാട്ടിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അണ്ണാച്ചിക്ക് ഒരു താങ്ക്സ് ഈ വക. അങ്ങനെ കുറേ ഓർമ്മകൾ തന്നതിന് നന്ദി. പിന്നെ മോനെ നന്നായിരുന്നു. പിന്നെ ഒന്ന് സുശാന്ത് ഒന്നും ശ്രുതി കൊടുത്തേ മോനെ. ആരെന്ന് പാടിക്കുക? രാഗം അവിടെ ഒരു ബലക്കുറവ് വരരുത്, കുറച്ചും കൂടെ ശക്തിയായിട്ട് പാടിക്കട്ടോ. പിന്നെ ലാളനമായി നിരാമയമാണ്, ലാളനമായ എന്നുള്ളതാണ്. അപ്പോൾ ലാളനമായി അങ്ങനെ പാടണ്ട കേട്ടോ. അത് കുറച്ച് ലാളനമായി നിരാമയമാം പരാഗൺ എന്ന് പാടിക്കാൻ വന്നത്. ലാളനമായി നിരാമയമാം പരാഗണമായി ഉണരുകയായി എന്നറിയ ഹൃദയമന്ത്ര പദതലങ്ങൾ ഉണരുകയായി വിദൂരതയിലാരാഗം. അപ്പോൾ അത് ഓക്കെ, സൂപ്പർ. അതുകൊണ്ട് അവൻ ജതിയ എന്ന് പാടി എനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ. രണ്ടാമത് പാടി ജതിയായി എനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ ആരാഗം എന്നുള്ള ഇടയ വന്നത് അത് കുഴപ്പമില്ല. അത് ലാസ്റ്റ് പാടി ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായ പോലും എനിക്ക് അത് വളരെ ഇഷ്ടമായി മോൻ പാടിയത് കേട്ടോ. അണുവായി എന്നുള്ളത് എനിക്കിഷ്ടമായി, സോഫ്റ്റായിട്ട് പാടിയത് അത് ഓക്കെ ഇഷ്ടമായി.
ഇഷ്ടമായത് പിന്നെ പാടണ്ട കേട്ടോ. പ്രേമോദയങ്ങൾ ചൂടും, അത് പഠിക്കാൻ. പ്രേമോദയങ്ങൾ ചൂടുമേകാന്തതയിൽ, പ്രേമോദയങ്ങൾ ചൂടുമേകാന്തതയിൽ, ആലോലമൊരു മല്ലീലതയിൽ. അങ്ങനെ പാടി. പ്രേമോദയങ്ങൾ ചൂടുമേകാന്തതയിൽ, ഏകാന്തതയിൽ, ഏകാന്തതയിൽ, ആലോലമൊരു 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 പ്രേമോദയങ്ങൾ ചൂടുമേകാന്തതയിൽ, ആലോലമൊരു മല്ലീലതയിലാരാ. അടിച്ചു പാടണം മോനെ, ഒന്ന് പാടിക്കേ. പ്രേമോദയങ്ങൾ ചൂടുമേകാന്തതയിൽ, ആലോലമൊരു ഏകാന്തതയിൽ, ഏകാന്തതയിൽ, ആലോലമൊരു ആലോലമൊരു മല്ലീലതയിൽ, മല്ലീലതയിൽ, ആരാഗം ആരാഗം ആരാഗം. കുറച്ചുകൂടെ ക്ലാരിറ്റി കേട്ടോ. അത് ചുമ്മാ ഞാൻ ഇത് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഒരാഗ്രഹങ്ങൾ കേട്ടോ. മോൻ പാടിയത് എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട് ശരത് സർ. സ്കോർസ് അറിയാം അഭിജിത്ത്? ഓക്കേ ശരത് സർ. ആദ്യമായിട്ട് എനിക്ക് മാർക്കിട്ട് എനിക്ക് ഈ പടം തന്ന ശ്രീ രാജീവ് കുമാറിന് ഈ ഒരു സമയത്ത് മാർക്കിട്ട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ രാജീവേട്ടന് വളരെ താങ്ക്സ് എന്നെ ഈ ഒരു പടം തന്നതിന്. 27.5 on 30. Thank you Sharath sir. Suja ചേച്ചി. Thank you. 28.5 on 30. Srini sir. 28.5 on 30 again. 90ൽ 84.5 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത് അഭിജിത്ത്. I am very happy. I don't know about you. Okay, ഇനിയിപ്പം ഓവറോൾ പെർഫോമൻസിന് 10ൽ എത്ര മാർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 8.5 on 10. Your total score is 93 on 100.